Welcome to Amrithveni Lives with Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Superstar! Judges! Hello, Baru. Hi, how are you? I'm good, sir. Thank you. How are you guys? Fantastic. We are always very We good. are good, bro. Perfect. Okay, എന്നാ പിന്നെ തുടങ്ങാം. Yes, yes. വേറൊരു കാര്യമുണ്ട്, ആൾക്കാർ ഇങ്ങനെ ആകാംക്ഷാപൂർവ്വം ഇരിക്കുകയാണ്. സെമി ഫൈനലാണ്, ഫിനാലിൽ ആര് വരും? അതെ, ഞാൻ മാർക്കൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരുന്നു. ഒരു ഐഡിയ ഇല്ല, ഞങ്ങൾ വെളിപ്പെടുത്തുന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഐശ്വര്യമായിട്ട് ദാസ് സാറിന്റെ റൗണ്ടിലേക്ക് Super. അതർ ലാംഗ്വേജ് സോങ് ആണ്. ഓക്കെ, പാടാൻ വരുന്നു സഞ്ജയ്. பூவே செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் பூவே செம்பூவே. நிழல் போல நானும் நிழல் போல நானும் நடை போட நீயும் தொடர்கின்ற சொந்தம் நெடுங்கால பந்தம் கடல் வானம் கூட நிறம் மாறக்கூடும் மனம் கொண்ட பாசம் தடம் மாறிடாதே நான் வாழும் வாழ்வே உனக்காகத்தானே நாள்தோறும் நெஞ்சில் நானேந்தும் தேனே என்னாலும் சங்கீதம் சந்தோஷமே வாய் பேசிடும் புல்லாங்குழல் நீதானொரே பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் நீதானொரே பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் பூவே செம்பூவே. போல நானும் ஒரு பிள்ளைதானே பலர் வந்து கொஞ்சம் கிளிப்பிள்ளைதானே உனை போல நானும் மலர் சூடும் பெண்மை விதி என்னும் நூலில் விளையாடும் பொம்மை
நான் செய்த பாவம் என்னோடு போகும். நீ வாழ்ந்து ஆண்டால் பார்த்தால் எப்போதும் இந்நாளும் எந்நாளும் உல்லாசமே. வாய்ப்பேசிடும் புல்லாங்குழல் நீதானொரே பூவின் மடல். பூவின் செம்பூவே உன் வாசம் வரும். வாசல் என் வாசல் உன் பூங்காவனம். வாய்ப்பேசிடும் புல்லாங்குழல் நீதானொரே பூவின் மடல். பூவே செம்பூவே உன் வாசம் வரும். பூவே செம்பூவே. Very good, very good. സഞ്ജയ്, ചേച്ചി ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട് അല്ലേ? ദാസാറിന്റെ അതർ ലാംഗ്വേജ് റൗണ്ട് വന്നപ്പോ തന്നെ പിന്നെയും കുറെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ഏത് പാട്ട് സെലക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞ് ഈ പാട്ടിലെത്തിയത്? ഈ പാട്ട് ഇവിടെ തന്ന സോങ് ആണ്. ഇത്രയും വലിയൊരു പാട്ട്, ഇത്രയും ലെജൻഡറി ഒരു പാട്ട്, ദാസാറിന്റെ പാട്ട്, രാജാ സാറിന്റെ പാട്ട്, വാരി സാറിന്റെ പാട്ട്, ഈ ഇത്രയും വലിയൊരു പാട്ട് ഇവിടെ വന്ന് പാടാൻ പറ്റിയതിൽ ദൈവത്തോടും ഗുരുക്കന്മാരോടും നന്ദി പറയുന്നു. നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ചെയ്യാൻ പറ്റി എന്ന് തോന്നുന്നു. ചോദിക്കാം നമുക്ക്. സഞ്ജയ് സാറേ. മോനെ എല്ലാം ഞങ്ങൾ ചോദിക്കാതെ തന്നെ നീ പറഞ്ഞു. സാർ ഒരു അസാധ്യ പാട്ട്. പിന്നെ ഇളയരാജ സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ തല എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടിയേക്കുന്ന ഈ ഒരു പാട്ടിൽ. ഞാനതാ ആലോചിക്കുന്നത്. ഇളയരാജ സാറിന് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. അതെന്തൊരു രസമാണ് ആ ഒരു ഫ്രേസ്. സ്ട്രിങ്സ്, ആ സ്ലാബ് ബേസിന്റെ പോർഷൻ കഴിഞ്ഞിട്ട് വരുന്ന എന്ത് രസമാണ് ഇത്. ഞങ്ങൾ ലൈവ് കേൾക്കുമ്പോൾ ഇത് ഫുള്ള് ലൈവ് വായിക്കല്ലേ, ഇത്രയും സ്ട്രിങ്സ് കൂടെ നിലവിളിയും ബഹളം. അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു നിലവിളി എൻ്റെതും കൂടെ, ഞാനും കൂടെ കിടന്ന് കൂവിയിട്ടുണ്ട്. ഇത് എത്ര തവണ വായിച്ചോ അത്ര തവണയും നമ്മൾ നിലവിളിച്ചിട്ടുണ്ട്. ഇത് കുറേ വട്ടം സ്റ്റേജിൽ തന്നെ പെർഫോം ചെയ്തായിരുന്നു സാർ. അപ്പോൾ കുറേ സന്തോഷം മോനെ ഇങ്ങനെ ഒരു പാട്ടെടുത്തോണ്ട്. നീ മനോഹരമായിട്ട് പാടി, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. എനിക്ക് ആകെ ഉള്ള ഒരു ഡൗട്ട്, നീതാനെ അതൊന്ന് പാടാമോ? നീതാനൊരേ പൂവിൻ മടൽ, അന്തരനീ പൂവിൻ മടൽ, പൂവിൻ മടൽ. അത്രേ ഉള്ളൂ. കാരണം അതുപോലെ ചക്കരെ നെടുങ്കാല ബന്ധം, നെടുങ്കാല അത് പറയുന്നത് പാടിയല്ല, നെടുങ്കാല ബന്ധം. നെടുങ്കാല ബന്ധം. വിധി എണ്ണും നൂലിൽ വിളയാടും സാർ. ഒന്ന് പാടാമോ? വിധി എന്നും നൂലിൽ, വിധി എന്നും നൂലിൽ, വിധി എന്നും നൂലിൽ, വിധി എന്നും നൂലിൽ, നൂലിൽ 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 വിളയാടും ബൊമ്മൈ. അത് വിളയാടും ബൊമ്മൈ, വിളയാടും ബൊമ്മൈ, വിളയാടും ബൊമ്മൈ. അടുത്ത കൂടെ പാട് കേൾക്കാൻ വേണ്ടി. ഞാൻ ചെയ്ത പാപം പാവം நான் செய்த பாவம் என்னோடு போகும். நீ வாழ்ந்து நான் தான் பார்த்தாலே போதும். இந்நாளும் எந்நாளும் உல்லாசமே. வாய் பேசிடும் വായ്പേസിടും. അതാ കോട്സ് അല്ല, അത് വരുമ്പോഴേ ദാസന്റെ വോയിസിന്റെ ഒരു ഡെപ്ത് വരുമ്പോഴാണ് ദാസേട്ടൻ മേളിൽ കൊണ്ട് നിർത്തിയിട്ട് ഭയങ്കര ഒരു നിവൃത്തിയില്ല. ഒരു അസാധ്യ പാട്ട്. സാർ, രാജാ സാർ, പ്രണാംസ്. സഞ്ജയ് സാറേ, ഈ പാട്ട് എടുത്തതിന് ഞാനൊരു വലിയ ബിഗ് സല്യൂട്ട്. രക്ഷയില്ല കേട്ടോ. കാരണം
നമ്മൾ മലയാളികളാണ്, പക്ഷേ മലയാളം പാട്ടിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഈ പാട്ടിനെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്, നമ്മുടെ കൊച്ചു കേരളത്തിൽ. എത്ര മനോഹരമായിട്ടാണ് ഇത്. അദ്ദേഹം അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തൊന്നുമല്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കമ്പോസിങ്ങിന് ഇരുന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വെറുതെ എഴുതി പോവും. അത്ര എഴുതി കഴിഞ്ഞാൽ ആ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഓരോരുത്തർ വയലിൻസ് അവരുടെ സെക്ഷൻ എഴുതുന്നു, ഗിറ്റാർ അവരുടെ സെക്ഷൻ എഴുതുന്നു, സ്ലാബ് ബാസ് അവരുടെ, അങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞ് പാട്ട് റെഡിയായിട്ട് പാടി കഴിയുമ്പോൾ കറക്റ്റായിരിക്കും, ഒന്നും മാറ്റേണ്ടി വരില്ല. എന്തൊരു മനുഷ്യനായത്. കാരണം നമുക്ക് അഭിമാനിക്കാം, നമുക്ക് അഹങ്കരിക്കാം. കാരണം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളും കൂടെ ഈ ഭൂമിയിൽ അദ്ദേഹത്തിനോടൊപ്പം സംഗീതത്തിലൂടെ ജീവിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഒരുപാട് ദൈവത്തിനോട് ഒരുപാട് കടപ്പാടുണ്ട്. കാരണം ഇറ്റ്സ് ടു മച്ച്. കാരണം അദ്ദേഹം അത്രത്തോളം ചെയ്തു വെച്ചിരിക്കുന്നു. 365 ദിവസം 365 പാട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, അതായത് ഡിഫറൻ്റ് ആയിട്ട് ഹിറ്റ് സോങ്സ് ചെയ്യുന്ന ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒള്ളി ദ മാസ്റ്റർ ഇളയരാജ സാർ. അത് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ കാരണം ആ പ്രസാദ് സ്റ്റുഡിയോ ഡെയിലി പോയി പാട്ട് ചെയ്യുന്ന ഇതെല്ലാം എങ്ങനെ ഹൈറ്റാവുന്നേ? ഒരു മനുഷ്യനും പറ്റാത്ത കാര്യമല്ലേ. അപ്പം മോൻ ഈ പാട്ട് അസലായിട്ട് പാടി കേട്ടോ, ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. പിന്നെ ഞാനിത് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തേർഡ് BGM ഇല്ലേ, ലാസ്റ്റ് ഇൻട്രോ ഫസ്റ്റ് BGM ലാസ്റ്റ് BGM, അത് വളരെ ട്രിക്കിയാണ്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് എടുക്കണം. ആ തരതരം അത് കറക്റ്റായിട്ട് എടുക്കണം. അത് ഒരു ഷോയ്ക്ക് യൂട്യൂബിലൊക്കെ ഉണ്ട്, ഞാൻ കണ്ടതാണ്. ദാസേട്ടൻ എടുക്കാൻ വിട്ടുപോയി. ദാസേട്ടൻ പാടിക്കഴിഞ്ഞു. പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കൈയടിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പാട്ടിയും കൂടെ പാടലാമാ എന്ന് ചോദിച്ചു. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു പാടണം എന്ന് പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ബാറ് വിട്ടെടുത്തു, വലിയ പ്രശ്നമല്ല. എന്നാലും കറക്റ്റ് ഇതിന് വന്നില്ല. പക്ഷേ പാടിക്കഴിഞ്ഞ് കറക്റ്റായിട്ട് ദാസേട്ടനെടുത്ത് അത് പാടി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം കൈ കാണിച്ച്. ഇപ്പോൾ ഞാൻ അറിയാം കൈ അടിച്ചില്ലേ. അത് കഴിഞ്ഞൊരു ഫ്ലൂട്ട് ബിറ്റ് ഉണ്ട്. കൈ കാണിച്ച് ഒരു ഫ്ലൂട്ട് ബിറ്റ് ഉണ്ട്. അതതിൻ്റെ കൃഷ്ണമണിയാണ് ആ പാട്ടിൻ്റെ. അപ്പോൾ അതും കൂടെ വന്നാലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. എന്നിട്ട് പറഞ്ഞു അത് കൂടെ വന്നാൽ താൻ എന്താ സാങ് ഫുള്ളായിട്ട് ഇനി നിങ്ങൾക്ക് കൈത്തട്ടിരിക്കാൻ. അപ്പോൾ ഭയങ്കര കൈയടി മിസ്സിലും. അതൊക്കെ ശരിക്കും ലൈവായിട്ട് കാണുമ്പോൾ പോലും നമുക്ക് എന്തൊരു ആനന്ദമാണ്. ഒന്നും പറയാനില്ല മോനെ. പിന്നെ വാലി സാർ അതുകൂടെ വേണമല്ലോ, കാരണം ഒരാൾ മാത്രം പോരല്ലോ. അപ്പം രാജാ സാർ, ഇപ്പം നമ്മുടെ വയലാർ ദേവരാജ മാഷ് എന്ന് പറഞ്ഞ പോലെ ഇളയരാജ സാർ, വാലി സാർ എന്ന് പറയുമ്പോൾ അത് അതിനകത്തൊരു വലിയൊരു സംഭവമാണ്. യു ആർ ലക്കി. ഈ ഒരു വേദിയിൽ ഈ ഒരു പാട്ട് പാടാൻ സാധിച്ചു, നന്നായിട്ട് പാടാൻ സാധിച്ചു. കുറച്ച് അക്ഷരങ്ങളുടെ വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് പല സ്ഥലങ്ങളിലും വരാം. എങ്കിലും നന്നായിട്ട് പാടി. അത് ഇറ്റ്സ് യുവർ ലക്ക്, ഒരു വലിയ മഹാഭാഗ്യമാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി സഞ്ജയ് വീണ്ടും 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 മനോഹരമായി പാടിയതിന് വലിയൊരു കയ്യടി. ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. നമ്മളെല്ലാവരും ഇപ്പോഴും വേദികളിൽ പാടുന്നൊരു പാട്ടാണ്. നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പറായിട്ട് വായിച്ചു. ഉഗ്രൻ ഫീലായിരുന്നു. എനിക്ക് തോന്നുന്നു ഉണ്ണിയൊക്കെ ഈ പാട്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് വായിച്ചെന്ന് അല്ലേ ഉണ്ണി? ഉണ്ണിക്കൊരു ഭയങ്കര ഒരു സ്വാഗൊക്കെ ഉണ്ടായിരുന്നു ഈ പാട്ട് വായിക്കുന്ന സമയത്ത്. എന്തായാലും ബ്യൂട്ടിഫുൾ സെലക്ഷൻ മോനെ. വീണ്ടും ഈ പറയുന്ന മാതിരി ഇപ്പം നമ്മുടെ സെമി ഫൈനൽസ് ആയതുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഇവിടെ ഇരുന്ന് നേരിട്ടത് കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം സഞ്ജയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് സഞ്ജയുടെ അമ്മയച്ഛനുമാണ്. അവരിരുന്ന് പ്രാർത്ഥനയാണ്. എനിക്ക് ആ അമ്മയുടെ മുഖം കാണുമ്പോൾ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ. സോ സ്വീറ്റ്. നിങ്ങൾക്ക് ശരിക്കും ദൈവം അനുഗ്രഹിച്ച് തന്നൊരു കുട്ടി തന്നെ. മനോഹരായിരുന്നു മോനെ, ഉഗ്രൻ ഫീലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക. സഞ്ജയ് നീ നന്നായിട്ട് പാടിയടാ, ഉഗ്രൻ സെലക്ഷൻ, നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ആ എന്താ അത് മാത്രമാക്കിയതുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഈ പാട്ടിന് അതിന്റെ ഒരു മാജിക് ഉണ്ട്. അതിന് അതുപോലെ തന്നെ പറയട്ടെ, ഓർക്കസ്ട്ര വണ്ടർഫുൾ ഒരു രക്ഷയില്ലായിരുന്നു. ഓ രാമോ, പ്രത്യേകിച്ച് ചരണത്തിന് മുന്നേ ഉള്ള ബീജി ഗംഭീരം. സഞ്ജയ് ഒരു പാട്ടിനേക്കാളും കൂടുതൽ സഞ്ജയ് നമുക്ക് തന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് സഞ്ജയ്. അതിന് താങ്ക് യു. ഓക്കെ, നല്ല കമന്റ്സ് ഒക്കെ കേട്ടു. നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സാർ,
നിനക്ക് ഞാൻ 9.1 മാർക്സ്. താങ്ക് യു സർ. പോയി ഷാനിക്ക 9.1 ആണ്. ചേച്ചി 9.1. അടിപൊളി. എം ജി സർ സൂപ്പർ. ഓക്കെ, സോ ടോട്ടൽ 27.3. സഞ്ജയ് ഗുഡ്. Amrithweni Life Kit Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. ഓക്കെ ജഡ്ജസ്, നമ്മുടെ രാജാ സാറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വാദോരാതെ സംസാരിച്ചു. ഇനി നമുക്ക് അടുത്ത വേറൊരാളെ കുറിച്ച് സംസാരിക്കാം. KS ചിത്ര മാജിക് റൗണ്ടിലേക്കാണ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അർച്ചന. വസന്തമേ നീ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ? ആദ്യ വർഷമേ തളിരിലത്തുമ്പിൽ ഒരു മോഹബിന്ദുവായി പൊഴിയുമോ? ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ? ജാതങ്ങളായി മാറാം. ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ?
സന്ധ്യതൻ ചിപ്പിയിൽ വീണൊരു വൈഡൂര്യ വേണുവേ പോലെ പൊന്നുഷ സന്ധ്യതൻ ചിപ്പിയിൽ വീണൊരു വൈഡൂര്യ വേണുവേ പോലെ താരിളം കൈകളിൽ ഇന്ദ്രജാലങ്ങളാൽ താരിളം കൈകളിൽ ഇന്ദ്രജാലങ്ങളാൽ മംഗളചാരുതയേകാൻ ഇതിലേ വരുമോ ഇതിലേ വരുമോ അണയുമീ ദീപത്തിൻ പ്രാണാകുരങ്ങളിൽ സ്നേഹത്തന്തുക്കളായി അലിയാൻ ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ ആദ്യ വർഷമേ തളിരിലത്തുമ്പി ഒരു മോഹബിന്ദുവായി അലിയുമോ. അർച്ചന എന്തോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. ഇത് ചാനൽ തന്ന സോങ് ആണോ? ചാനൽ തന്നെ. ഓ, നമ്മുടെ ചാനലിൽ സെലക്ട് ചെയ്യുന്ന സോങ്സ് ഒക്കെ വൻ സോങ്സ് അല്ലേ? ഉഗ്രൻ songs. സെമി ഫൈനലില്. ഓ സൂപ്പർ. എങ്ങനെ ഉണ്ടായി കുഴപ്പമില്ല തോന്നുന്നു. ജഡ്ജസിനോട് ചോദിച്ചു. ചോദിക്കാൻ അതല്ലേലും ജഡ്ജസിനോട് ചോദിക്കണമല്ലോ. ചോദിക്കേണ്ടി വരും. അതെ. ചേച്ചി അർച്ചന മാം, സൂപ്പർ മോളെ, താങ്ക് യു. വെരി നൈസ്. കാരണം ഇതിനു മുന്നേ അർച്ചന പല ഒരു കൺസിസ്റ്റൻസി ഇല്ലാണ്ട് ഇങ്ങനെ പോണ്ടായിരുന്നു അല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയായി വരണം എന്നുള്ള. ഇത് ഇറ്റ്സ് എ ഡിഫിക്കൾട്ട് സോങ്. നന്നായിട്ട് പാടി. താങ്ക് യു. ചില സംഗതികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അത് എക്സ്പെക്ട് ചെയ്യാത്ത വിധത്തിൽ വളരെ സ്മൂത്ത് ആയിട്ട് അങ്ങ് ആ സംഗതികളൊക്കെ വന്നു. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ആദ്യം ഡീറ്റെയിൽസ് പറയൂ. ഇത് വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. മ്യൂസിക് ചെയ്തിട്ടുള്ളത് രവീന്ദ്രൻ മാഷാണ്. എഴുതിയത് കൈതപ്രം സാറാണ്. പാടിയത് KS ചിത്ര മാം. ഇതിന്റെ ചില ഭാഗങ്ങൾ പോർഷൻസ് ഹൈ ആണ്, എന്നാൽ അതേപോലെ ലോവർ പോർഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സ്കെയിലിൽ ചെയ്തതാണ്. ഇപ്പോൾ രവീന്ദ്രൻ മാഷിന്റെ പല സോങ്സിലും ഇപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എനിക്കെന്ന് പറയുന്നത് പാഹി പരമ്പൊരുളയാണ്. അതിൽ ഒരു സ്കെയിൽ കുറയ്ക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ വളരെ ലോ ആവും, കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആവും. അപ്പോൾ അത് അങ്ങനെ പ്ലാൻ ചെയ്ത് ചില കൺസ്ട്രക്ഷൻ അദ്ദേഹം നടത്തുന്നുണ്ട് കോമ്പോസിഷനിൽ. അപ്പോൾ അത് നമുക്ക് ശ്രുതി എവിടെയും മാറ്റാൻ പറ്റില്ല. അതുപോലത്തെ ഒരു പാട്ട്. ഇത് നല്ല ഹൈയും പോകുന്നുണ്ട്, അതേപോലെ ബേസ് സംഗതി ഗുടുഗുടുഗുടുന്ന് പറഞ്ഞത് ബേസിലോട്ടും പോകുന്നുണ്ട് അല്ലേ? അപ്പം അത് നല്ലപോലെ മാനേജ് ചെയ്തു. കാരണം ഞാൻ ശ്രദ്ധിച്ചത് അർച്ചന ചിലപ്പോൾ പാടുമ്പോൾ ആർക്കായാലും ഫീമെയിൽ പാടുമ്പം ഒരു ഫോൾസെറ്റോ അല്ലെങ്കിൽ ഹെഡ് വോയിസ് നേരെ താഴത്തെ ബേസ് റേഞ്ചിൽ വരുമ്പോൾ ശബ്ദം വേറിട്ട് നിൽക്കും, വേറെ പോലെ നിൽക്കും. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു മോളെ. നല്ലൊരു ടോണൽ സ്ട്രക്ചർ വന്നിട്ടുണ്ട് വോയിസിന്. അത് നല്ലൊരു കാര്യമാണ്. ഓർക്കസ്ട്ര പൊളിച്ചടുക്കി. ഇതിൽ ഈ പറഞ്ഞ മാതിരി ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ എനിക്കിതിൽ മോളുടെ ആ സംഗതികളിൽ ഞാൻ വീണുപോയി. അതുകൊണ്ട് മറ്റൊന്നും പറയുന്നില്ല, ഞാൻ മൈക്ക് കൈമാറുന്നു. താങ്ക് യു. താങ്ക് യു ചേച്ചി. MG സാർ. അർച്ചന സർ. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ പാട്ട് പാടി ഫലിപ്പിക്കാൻ ഇത്തിരി പ്രയാസമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഈ റേഞ്ച്, കാരണം ആ മേളിൽ നിന്ന് താഴെ വരുമ്പം എങ്ങനെയായാലും ആ ബോട്ടം പോർഷൻ വരുമ്പോഴത്തേക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടാനുള്ള ഒരു 100% ചാൻസസ് ഉണ്ട്. പക്ഷെ കുട്ടി രക്ഷപ്പെട്ടു. പിന്നെ സംഗതികളൊക്കെ പാടിയത് നന്നായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാനൊരു സംഗതി പാടിയിരുന്നു. 7 ഉള്ളൊരു വർമ്മയിൽ പേടതൻ സൗഹൃദ പീലിയൽ എന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അത് പാടിയതേ ഇല്ല. പിന്നെ അത് കേട്ടിട്ടേ അല്ല. കേട്ടിട്ടില്ല. അല്ല സർ, അതാണ് സത്യം. കൂടുതൽ തവണ കേട്ടത് ചിത്രയുടെ. ഓക്കെ, സാരമില്ല. എന്തായാലും നല്ലൊരു പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്. ഈ സോങ് റെക്കോർഡ് ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാത്രി 11 മണിക്കാണ്. എവിടാന്നറിയോ അണ്ണാച്ചി? ABM RR. നമ്മുടെ സാറിന്റെ. ഇതിനകത്താണ് കസ്തൂരി, എൻ്റെ കസ്തൂരി അറിയാലോ, കമലിന്റെ പടമാണ് വിഷ്ണുലോകം. അർച്ചന നന്നായിട്ട് പാടി. എനിക്ക് ഈ അനുപല്ലവിയുടെ എൻഡ് മാത്രമാണ് ഒരു ഇത്തിരി ഒന്ന് ലൂസായി പോയോന്നൊരു സംശയം തോന്നി. എൻ്റെ അനുപല്ലവിയുടെ ആ പോർഷൻ ഒന്ന് പാടാമോ? താരിളം കൈകളിൽ ഇന്ദ്രജാലങ്ങളാൽ
അത് ഈസി ആയിട്ട് താരിളം കൈ കുറച്ചുകൂടെ ഫ്രീ ആകും. അതെ ഇന്ദ്രജ അതെ. അവിടെ മാത്രമാണ് എനിക്കൊരു ചെറിയത് ഒരു തോന്നി. പിന്നെ ഇതിലേ വരുമോ എന്നുള്ള പ്രശ്നം. ടോട്ടലി പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് രസമായിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, സന്തോഷമായോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. അർച്ചന, നല്ല മനോഹരമായിട്ടുള്ള പാട്ട് ഉഗ്രമായിട്ട് പാടി, നന്നായിട്ട് പാടി. പിന്നെ എനിക്കുള്ള ഒരു സംശയം, 7 അഴകുള്ളൊരു അതെന്താണ്? അത് ഒന്ന് പാടിയ കൃത്യമായിട്ട്. 7 അഴകുള്ളൊരു വാർമയിൽ ആ സൗഹൃദ പീലികളോടെ അതാണോ? അതങ്ങനെ അത് ആ ക്ലാരിറ്റിയേ ഇല്ലായിരുന്നു ആദ്യം പാടിയപ്പോ. ഒരു എന്തരോ പോലിരുന്ന് കേട്ടോ. പിന്നെ ഈ ചരണത്തില് ഈ വൈഡൂര്യ അതൊന്ന് പാടാമോ? ആ രേണു ആയിരുന്നു പ്രോബ്ലം കേട്ടോ. അത് കൃത്യമായിട്ട് പാടുക, അത്രേ ഉള്ളൂ. നല്ല എന്താ പറയുക, നല്ല സുഖമുള്ള ഒരു ഇത് ചാനലിൽ നിന്ന് തന്നതാണ്. താങ്ക് യു. അർച്ചന കാണാൻ നല്ല ഐശ്വര്യമുണ്ട് അർച്ചന ഇന്ന് കേട്ടാ. പിന്നെ പാട്ട് നന്നായിട്ട് പാടി. എനിക്ക് ഫീൽ ചെയ്തത് ഈ പറഞ്ഞ പോലെ ഒരു റഷ്, പല്ലവിയൊക്കെ കഴിയുമ്പോഴേക്കും ഒരു ഇത് പാടി തീർത്തിട്ട് ഇനി എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ എന്നുള്ള ആ ഒരു ഐറ്റം മാത്രം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ പറഞ്ഞാൽ 7 അഴകുള്ളൊരു, അത് 7 അഴകുള്ളൊരു ഫസ്റ്റ് ലൈനും അത്ര അങ്ങോട്ട് ഓക്കെ ആയില്ല, അതിൻ്റെ റിപ്പീറ്റും അത്ര അങ്ങോട്ടേക്ക് സെറ്റ് ആയില്ല. പിന്നെ അർച്ചനയുടെ മെയിൻ പ്രശ്നം, അത് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയാൽ എനിക്കൊന്ന് പാറു കണ്ടു തോന്നുന്നു, കണ്ണാടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നോക്കിയത് അർച്ചന മൈക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത് അർച്ചനയുടെ മൂക്കിൻ്റെയും വായുടെയും ഇടയിലാണ്. അത് മാറ്റണം. ഒരു നേസൽ ടോൺ, എസ്പെഷ്യലി ഈ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെ ബിഗിനിങ്ങിൽ ഒരു ഓൾമോസ്റ്റ് ഒരു ബേസ് റേഞ്ചൊക്കെ പോകുന്ന സമയത്ത് ഒരു എന്ന് പറയുന്ന ആ ഒരു ലിറിക്കിൻ്റെ ഒരു ക്ലാരിറ്റി അധികം അങ്ങോട്ടേക്ക് പുറത്ത് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ 2 എയർ പാസേജും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഫ്രണ്ടിൽ ഇതുപോലെ വെച്ചിട്ട് പാടുക. എസ്പെഷ്യലി ലോ റേഞ്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ മൈക്ക് പ്ലേസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ലിറിക്കൽ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ആ ഒരു ക്ലാരിറ്റി കുറയും. കറക്റ്റ് ഇതുപോലെ ഫ്രണ്ടിൽ വെച്ചിട്ട് പാടാൻ ശ്രമിക്കുക. നന്നായിട്ട് പാടിയിട്ട് നല്ല ടോൺ, എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഉഗ്രൻ ടോണാണ് അർച്ചന. കീപ് ഇറ്റ് അപ്പ് കേട്ടോ. ഗുഡ് സോങ് സെലക്ഷൻ, അടിപൊളിയായിരുന്നു പാടിയത്. താങ്ക് യു ഷാനിക്ക. എന്നാ പിന്നെ മാർക്സ് ചോദിക്കാം. ചേച്ചി അർച്ചന ഈ പെർഫോമൻസിന് 9 മാർക്സ്. ശരത് സർ മാർക്ക് കൊടുക്കും. 8.8 താങ്ക് യു സർ. ഷാനിക്ക 8.8. താങ്ക് യു ഷാനിക്ക. MG സർ ഓക്കെ. സോ ടോട്ടൽ 26.6. Good. Amrithweni Live with Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Okay judges, ഇനി നമുക്ക് ദാസ് സാറിന്റെ ഒരു പാട്ട്, പക്ഷേ അതർ ലാംഗ്വേജില് പാടാൻ വരുന്നത് നമ്മുടെ ശ്രേയാണ്. സോ ലെറ്റ്സ് വെൽക്കം ശ്രേയ. നീസാ ഗമ പാനി സരഗ ആരെ മിതവാ ജനം ജനം സേ ഹം തോ പ്യാസേ ആ സംग मेरे गा നീസ ഗമ പാനി സരഗ
സഗമ പനി സരഗ सपना देखे मेरे खोए कोई नैना मितवा मेरे याद तो भी सीख ले सपने देखना सपना देखे मेरे खोए कोई नैना मितवा मेरे याद तो भी सीख ले सपने देखना रे सा नि द प म ग रि सा नि सा ग म प नि सा रे ग रे मितवा जन्म जन्म से है हम तो प्यासे संग मेरे गा नि सा ग म प नि सा रे ग जाने ना तू हमकी गहराइया आजा कट जाए मेरे तन्हाइया जाने ना तू हमकी गहराइया आजा कट जाए मेरे तन्हाइया भी जा बरसा दे प्रीत का सावन बरसों के जलते मन की बुझ जाए अगन भी जा बरसा दे प्रीत का सावन बरसों के जलते मन की बुझ जाए अगन रे सनी सनी दपा दपा मगा मगा रि सनी सगा मा पाने सरगा रे मितवा जन्म जन्म से है हम तो प्यासे संग मेरे गा नि सगा मा पानी गपदनि धा गपदनि धनि दप गपदनि धा सा ग प ध धनि सदनि पदनि पद गम ध प प नि प रे नि प ग सा नि स रि स पदनि ध गम प गम रि स नि स ग म प नि स रे ग रे मितवा जन्म जन्म से है हम तो प्यासे संग मेरे गा नि स ग म प नि स रे ग वाह 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 क्या बात है वेरी नाइस Amrithweni Live with Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. ശ്രേയ ആ ചേച്ചി ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ എങ്ങനെ പാടി തോന്നി അറിഞ്ഞൂടെ ചോദിക്കാം ചോദിക്കല്ലേ ആ MG സർ ദാസേട്ടൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിന്ദി സോങ് ഡീറ്റെയിൽസ് സിനിമ ആനന്ദ് മഹൽ
പിന്നെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് യോഗേഷ് സാറാണ്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സരൽ ചൗധരി സാറാണ്. പാടിയത് ദാസർ. ഞാൻ എൻ്റെ മാമൻ എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ തൊട്ടാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് സലിതയുടെ പാട്ടുകൾ. എനിക്ക് ജീവൻ്റെ ജീവനാണ്. ഈ പാട്ട് നന്നായിട്ട് പാടി, പക്ഷേ അനുപല്ലവിയിൽ ശ്രുതി ആണ് കുറച്ച് പ്രോബ്ലം ഉണ്ടായത്. അതായത് അനുപല്ലവി എങ്ങനെ തുടങ്ങുന്നത്? അവിടെ തൊട്ട് ശ്രുതി കൃത്യമായിട്ടൊന്ന് പാടി. സപ്ന मितवा मेरे आप भी सीख ले सपने देखना सपना देखे मेरे कोई नैना मितवा मेरे आप भी सीख ले सपने देखना रे सरे द प म ग रि सा. ആ പോർഷൻസ് ആണ് കുറച്ച് ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയൊക്കെ ചെയ്തു. ബാക്കി ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. വേറെ എടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ചെറിയ 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 സ്ഥലങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വെച്ചാൽ പാട്ട് കഴിഞ്ഞല്ലോ. സെലക്ഷൻ ഈസ് വെരി ഗുഡ്. ആൻഡ് ഈ ആലാപനത്തിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ശ്രുതിയുടെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ MG സാറിനൊന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. ശ്രേയ, സർ, ഉഗ്രം പാട്ട് ശ്രേയ, അതിമനോഹരമായിട്ടുള്ളൊരു ഒരൊറ്റ ചോദ്യം ശ്രേയയുടെ അടുത്ത്. നിസഗമ പനി സരഗ, ആ ഗാന്ധാരം വളച്ചൊരു നോട്ടിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്, ഗാ എന്ന് പറഞ്ഞു അല്ലേ? അപ്പം അങ്ങനെ ആ ഗാന്ധാരം നീ ഗാന്ധാരമാകുമ്പം ഏതായിരിക്കും ഷഡ്ജം? നിസഗാനി നീ പാ സഗ ആണോ? സഗ സഗ സഗമ സഗമ ധ നീ സാനി ധ മഗ സാ സഗമ ധ ഗ ഗനി. എടാ നിഷാദ ഷഡ്ജമാകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പഞ്ചമ അല്ലേ ആവത്തുള്ളൂ, വേറെ നമുക്ക് വേറെ നോട്ട്സ് ഇല്ലല്ലോ തൊട്ടടുത്തിട്ട് പിടിക്കാൻ. അപ്പൊ അത് ഓർത്ത് നോക്കുക, അപ്പൊ കിട്ടും കേട്ടോ. ബ്യൂട്ടിഫുൾ. എന്തിനാണ് ആ ഗാന്ധാരൻ നീയിലേക്ക് ആക്കിയതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഇഷ്ടം അതായിരുന്നു, അത്രേ ഉള്ളൂ. എന്ത് ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. ഓ, അസാധ്യ പാട്ട്. അത് ആസാദിനെ എങ്ങനെ പാടി വെച്ചേക്കുന്നു. ഓ സൂപ്പർ. ആണെ എനിക്ക് ജനം 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 സേഹം ദാരിന സേഹം സേഹം തോ ജനം ജനം സേഹം തോ താനെ ദാസംഗ നിരധീരേ നിസഗമ പനി സരഗ. അപ്പം അത് കൃത്യത കാണാം. ജനം ജനം സേഹം തോ ജനം ജനം സേഹം തോ ദേഹം തോ സേഹം തോ. ആ അതൊന്ന് അറിയാൻ നാക്കി അത് കളയരുത്. ജനം ജനം സേഹം തോ പ്യാസേ ദേരാന അതും കൂളായിട്ട് പാടിപ്പോ. അങ്ങനെ ആകുമ്പോ അറിഞ്ഞു പോകും. അങ്ങനെ വരുന്നത് അതിന്റെ കൂടെ കിടക്കണം അത് കേട്ടോ. പിന്നെ സപ് സപ്ന ദേഖി മേരെ അതങ്ങനെ അതിനൊക്കെ കുറച്ച് സുഖം വരാടാ. ജാനേന അത് പാടാമോ? ജാനേന
ആജാ കട്ട് ജായേ മേരെ തൻഹായാ. അടുത്ത തൻഹായാ അത് പാടിക്കേ. ആ അതാണ് എഴുതി വെച്ചത്. ഇപ്പോഴും കൃത്യമാവുന്നില്ല ശ്രേയ അത്. അത് എന്നാണോ പാടുന്നത്? ആ അത് കഴിഞ്ഞിട്ടുള്ളത് അതാണോ? അല്ലല്ലോ. അതിനുശേഷം അത് വളരെ കൃത്യതയോടെ പാടാം. അത് അന്ന് ഒരു ശ്രുതിയും ചേർന്നിട്ടില്ലായിരുന്നത് കേട്ടോ. അത് കൃത്യമാക്കുക ശ്രേയ. പിന്നെ എനിക്കുള്ള ഒരൊറ്റ സംശയം, ആ സ്വരം ഇല്ല എന്ന് വിചാരിച്ച് നീ പാടി അങ്ങ് നിർത്തിയോ? ആ എനിക്കത് തോന്നി. എന്ന് തുടങ്ങി ഇതൊരു തീർന്നെന്ന് വിചാരിച്ച്. വെരി നൈസ്. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്നായിട്ട് പാടിച്ചേ. കുറച്ച് ശ്രുതി പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി സ്വപ്ന അവിടെ തൊട്ടായിരുന്നു ശ്രുതിയുടെ ആ ഒരു ശ്രുതി ഇങ്ങനെ മാറിയത്, ഇങ്ങനെ കുറച്ച് എവിഡന്റ് ആയിട്ട് കേട്ടു തുടങ്ങിയത്. പിന്നെ ഡിക്ഷൻ ജാനിനാത്തു എന്നാണ് പറയാ. അത് ശ്രേയ പാടുമ്പോ അത് എന്തോ എവിടെയോ ഗമ്മെന്ന് കേട്ടു, പിന്നെ എവിടെയോ ഹമ്മെന്ന് കേട്ടു. ഇത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഗം. അത് എനിക്ക് വരുന്നില്ല, ഞാൻ കുറെ നോക്കി. വരുത്താൻ ശ്രമിക്കണം. കാരണം ഇപ്പം വേറെ ലാംഗ്വേജ് ഒക്കെ പാടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഡിക്ഷനും അവിടുത്തെ ലാംഗ്വേജും ആൽഫബറ്റ്സ് ഒക്കെ നമ്മൾ അറിയണമല്ലോ. അപ്പൊ അത് നോക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഇത് തന്നെ ആ സംഘമേരെ ആടെ എൻഡിലുള്ള ഒരു ഡ്രോപ്പ് ഉണ്ടല്ലോ, ഒരു പ്ലാൻ ഡ്രോപ്പ്. അത് ചില സ്ഥലത്ത് എനിക്ക് ഒത്ര അത് മാത്രം പാടിക്കാൻ. അത് കുറച്ച് സ്ഥലത്തൊന്നും ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ടായിരുന്നു. സെമി ഫൈനലിന്റെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അതില്ല. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. താങ്ക് യു ചേച്ചി. ശ്രേയ നന്നായി പാടിയില്ല. നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു റൗണ്ട് വന്നപ്പോൾ ഞാൻ ദാസങ്കിളിനോട് തന്നെ എൻ്റെ ചില ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അങ്കിൾ ഈ ഇപ്പം സൗത്ത് ലാംഗ്വേജസ് ഒക്കെ നിറയെ പാടിയതെന്ന് നമുക്കറിയാം. ഇപ്പം അറിയാത്ത വേറെയും കുറേ ഭാഷകൾ, ബംഗാളി ദാസങ്കിൾ പാടിയിട്ടുണ്ട്, ഗുജറാത്തി, പഞ്ചാബി, ഇതൊക്കെ. അപ്പം അതിൽ റെയറായിട്ട് ഇപ്പം നമ്മൾ ശരിക്കും അറിയാത്ത അങ്ങനത്തെ എന്തെങ്കിലും, അപ്പോൾ ഒറിയ ഒക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ സലീൽദ ഒരു മലയാളി ഗായകനെ കൊണ്ട് ബംഗാളി പാടിച്ചു, ഒരു ബംഗാളി ഗായകനെ കൊണ്ട് മലയാളവും പാടിച്ച പാട്ടാണ് മാനസമൈനെ വരും. ആ അപ്പം അത് ഞാനിങ്ങനെ ചോദിച്ചപ്പം അത് അങ്കിള് പാടിയ ഒരു 2 ലൈൻസ് ഇങ്ങനെ ശകുന്തളയും ദുഷ്യന്തൻ്റെയും ആ ഒരു കഥയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത ആ മ്യൂസിക്കിന് ശരിക്കും ലാംഗ്വേജ് ഇല്ല എന്നുള്ളതാണ്. എന്ത് മനോഹരമായിട്ടാണ് ആ ബംഗാളി ഒരുപാട് പാട്ടുകളുണ്ട്. ബംഗാളി ചെയ്ത ഒട്ടുമുക്കാൽ പാട്ടുകളും മലയാളത്തിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാസങ്കിളുടെ ശബ്ദം നമ്മൾ ഇവിടെ കേരളത്തിൽ കേട്ടു. അപ്പോൾ ഒരു ബംഗാളി പാട്ടിൽ അത് മാനസമൈനെ ഇവിടെ മലയാളത്തിൽ പാടിയത് മന്നാദ. പക്ഷെ ആ ബംഗാളി വേർഷൻ അതിൻ്റെത് വേറെ തന്നെ രീതിയിൽ ദാസങ്കിൾ. അപ്പോൾ മനോഹരമായ പാട്ട് അതായിരുന്നു. ഇതൊക്കെ കേൾക്കണം കേട്ടോ. ഇതുപോലത്തെ നിറയെ പാട്ടുകളുണ്ട് ശരിക്കും. അത് മനസ്സിലാക്കണം. എൻ്റെ അങ്കിളുടെ അതാണ് സ്പെഷ്യലി ഈ ഒരു ഇങ്ങനെ ദാസങ്കിളിന്റെ അതർ ലാംഗ്വേജ് റൗണ്ട് കൊണ്ടുവന്നതിൽ നമ്മൾ പൊതുവെ പ്രേക്ഷകരൊക്കെ ചിന്തിക്കുന്നത് ദാസേട്ടൻ പാടിയ മലയാളം അല്ലാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അന്യഭാഷ ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലും ഉള്ള ഭാഷകൾ, പല ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. ശരിക്കും ഇത്തരത്തിലുള്ള പാട്ടുകൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. മോൾ ഇന്ന് പാടിയ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ ഡിക്ഷൻ കുറച്ച് പ്രോബ്ലംസ് എനിക്ക് തോന്നി. അത് കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാറ്. ബർസാദി എന്നാ കേട്ടത് മോൾ അവിടെ ഇവിടെ പാടുമ്പോൾ. അതുപോലെ ഒരു സംഗതിയില്ലേ, സ്വരങ്ങളില്ലേ പാടി വരുന്നത്, സാനി ധ പ മാഗ രേസ, അത് മാഗ രീസ എന്നാണ് കേൾക്കുന്നത്. ഇപ്പം ഈ നോർത്ത് ഇന്ത്യൻ സർഗം പാടുന്ന സമയത്തുള്ള അതിൻ്റെ ഉച്ചാരണം വേറെയാണ്. അപ്പം സാനി ധ പ മാഗ രേസ, സാനി ധ പ മാഗ രീസ എന്ന് പാടുമ്പോൾ അത്
വ്യത്യാസം വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആണ് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ചില പോർഷൻസ് ഒക്കെ മനോഹരമായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. വോയിസ് ത്രോ ഹൈ ഒക്കെ പാടുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഇതിനൊരു ലയമുണ്ട് ഈ പാട്ടിന്. അതാണ് MG സാറും ഒക്കെ പറഞ്ഞത്, കുറച്ചുകൂടി ആ ഒരു ഭാവം വരാമായിരുന്നു എന്നുള്ളത്. കുറച്ച് അറ്റാക്കിംഗ് പോലെയുള്ള ഹിറ്റ് ചെയ്ത് നിർത്താണ്ട് കുറച്ചൊന്നൊരു ഒഴുക്കിൽ വരുന്നത് നന്നായിരിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സാർ. ശ്രേയ 8.6. താങ്ക് യു സർ. ഷാനിക്ക 8.7. ഷാനിക്ക. ചേച്ചി ശ്രേയ 8.7. താങ്ക് യു ചേച്ചി. MG സാർ. ഓക്കെ, സോ ടോട്ടൽ 26. Thank you. ഓക്കേടാ.